നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൈലാസം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന കിഷോറിൻ്റെ വീടാണ്. സ്വന്തമായ ചില ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയുള്ള കിഷോറിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നല്ല മനസ്സുള്ള നല്ലൊരു പോലീസുകാരൻ, അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഹലോ കിഷോർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കിഷോർ മുഴുവൻ പേരും കിഷോർ തന്നെയാണ്? കൃഷ്ണകിഷോർ എന്നാണ് സാറേ. കൃഷ്ണകിഷോർ. ഫുൾ നെയിം കൃഷ്ണകിഷോർ എന്നാണ്. കിഷോർ എന്നാണ് എല്ലാവരും വിളിക്കുക. ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന് എന്താ പേര്? ഇത് കരളായി പുള്ളിയില്. പുള്ളിയില്, നിലമ്പൂര് കരളായി പുള്ളിയില്. ഓക്കെ, വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഇവിടുത്തെ സ്വന്തം വീടും നേരത്തെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഒരു 300 മീറ്റർ ഉള്ളൂ തറവാട്ട് വീട്ടിലേക്ക്. അതെ അതെ അതെ. ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ പാണ്ടിക്കാട് കൊളപ്പറമ്പ് ക്യാമ്പിലാണ്. IRB എന്ന് പറയും, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ. അതില് റെഗുലർ വിങ്ങിലാണ്. 11 വർഷമായി സാർ. തുടക്കത്തിലെ അവിടെ തന്നെയാണോ? പാണ്ടിക്കാടായിരുന്നു ആദ്യം. പിന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും കൂടി പോയി, അതേപോലെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത്. നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ മാവോയിസ്റ്റ് ഏരിയ അങ്ങനത്തെ വർക്കുകളൊക്കെ കുറെ ചെയ്തിരുന്നു. ഇപ്പോ ഇവിടെ തന്നെ പാണ്ടിക്കാട് ക്യാമ്പില്. അതെ. വിദ്യാഭ്യാസം നിലമ്പൂര് തന്നെയായിരുന്നു മുഴുവൻ. അച്ഛന് മാനവേദ സ്കൂളിലായിരുന്നു നിലമ്പൂർ. അല്ല, പിയൂണായിരുന്നു, റിട്ടയർഡായി. അപ്പോൾ അച്ഛൻ പോയ ആ ഭാഗത്ത് കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ മക്കളെല്ലാവരും പഠിച്ചതും കാര്യങ്ങളൊക്കെ. നിലമ്പൂർ ഭാഗത്ത് തന്നെയായിരുന്നു. ഗ്രാജുവേറ്റ് ആണോ? BCom ആയിരുന്നു. എവിടെ പഠിച്ചേ? നിലമ്പൂർ തന്നെ, ക്ലാസിക്കലായിരുന്നു, ക്ലാസിക് കോളേജിൽ. അതെ, പ്രൈവറ്റ് ആയിരുന്നു. 3 ആൺകുട്ടികളാണ്, അതിൽ ഏറ്റവും ചെറിയതാണ് ഞാൻ. ചെറിയ ആളാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പോലീസിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ പോലീസിൽ 2015 സെലക്ട് പോലീസിൽ വരുന്നത്. ഈ ഒരു പോലീസുകാരൻ എന്നതിലപ്പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ ആശയം, അത് പലരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. അതായത് കുഞ്ഞു സൈക്കിള് വലിയ സ്വപ്നം എന്നാണ് നിങ്ങളെ ക്യാപ്ഷൻ തന്നെ. അതേക്കുറിച്ചുള്ള എന്താണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവാൻ എന്തായിരുന്നു കാരണം? അതായത് ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം 90 ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് സൈക്കിൾ എന്നുള്ളത് വെറുതെ ഒരു കാണാനുള്ളൊരു സംഭവം തന്നെ. അതായത് വാങ്ങിയെടുക്കാനോ നമ്മൾ വാടകയ്ക്കൊക്കെ വാങ്ങുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് സൈക്കിൾ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അത് ഒരു വീട്ടിൽ തന്നെ ഇപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ ഒരു ഹരാണ്. അതെ അതെ അതെ. എത്ര വലിയ പണക്കാരാണെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കിൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഒരു സൈക്കിള് സവാരി എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന നല്ലൊരു തന്നെയാണ്. അതേപോലെ ഇവർക്കിത് ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് ഞാൻ കാരണം കുറച്ച് കുട്ടികൾ, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ വൈഫും കൂടിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് വൈഫാണ് അതിൻ്റെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റിൽ വരാൻ കാരണം, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ മൊബൈൽ കാരണം തലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പല മാതാപിതാക്കൾക്കും അറിയുന്നില്ല. പല മാതാപിതാക്കളും അത് അറിയുന്നുണ്ട്, പലർക്കും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. അതെ അതെ. അപ്പോൾ അത് ഒഴിവാക്കണം എന്നൊരു ആശയം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊരു ക്യാൻസറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് 2022. ഏത് പ്രായത്തിൽ? ഏകദേശം 34-33 വയസ്സ്, ആ റേഞ്ചിൽ. അതെ, അന്നാണ് എനിക്കത് അറിഞ്ഞത്. അത് വൻകുടലിലായിരുന്നു. അതായത് നമുക്ക് ബാത്റൂം പോവാത്ത പ്രശ്നം, അങ്ങനെയൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അങ്ങനെ വന്ന് നമ്മൾ ആദ്യം കുറേ ഹോമിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ അതൊന്നും അത്ര പ്രാബല്യത്തിൽ അവർക്ക് മനസ്സിലായില്ല. അതിനുശേഷമാണ് ഈ സർജനെ കാണിച്ചു. ഒരു ക്യാമ്പിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് വന്നപ്പോൾ സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജനെ കാണിച്ചപ്പോൾ തന്നെ സർജൻ കൈ വെച്ചപ്പോൾ തന്നെ സർജന് കാര്യം മനസ്സിലായി. ആദ്യം നമ്മളോട് കാര്യം പറഞ്ഞില്ല. അതിനുശേഷം നമ്മൾ കൊളോണോസ്കോപ്പി, അതേപോലെ കൊളോണോസ്കോപ്പി എടുത്തപ്പോൾ തന്നെ ഏകദേശം നമ്മളോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോലീസാണല്ലോ, നിങ്ങളോട് പറയുന്നതിന് വിഷയമില്ല, ഇത് ക്യാൻസർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഷോക്കായി ചെറുതായിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അതായത് തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് ഏത് ഹോസ്പിറ്റലായിരുന്നു? MVR ആയിരുന്നു. ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അത് നമ്മുടെ മെയിനായിട്ട് എൻ്റെ ക്യാമ്പായിരുന്നതിന് ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എന്ത് അസുഖം ഇതുണ്ടെങ്കിലും നമ്മുടെ IRB ക്യാമ്പിൽ എനിക്കും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂട്ടുകെട്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും സഹപ്രവർത്തകരുടെ സപ്പോർട്ട്. അതെ അതെ. 2 ആഴ്ച കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ള് ഫണ്ടും പോലീസിൽ നിന്ന് കിട്ടി.
അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ മെൻ്റലി നമ്മൾ സാമ്പത്തികമായിട്ടാണ് ഇതിൽ ഏറ്റവും വലിയ ഡിമ്മായി പോവുക. അപ്പം അതൊരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ഭയങ്കര വല്ലാതെ തളർന്നു പോയ ഒരു സന്ദർഭം. ആ ഒരു സമയത്ത് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് വലിയൊരു തന്നെയാണ്. ആ ഒരു അനുഭവം ഇനിയിപ്പോൾ ഈ മൊബൈലിൻ്റെ കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു പ്രശ്നം കാണുന്നു. ഈ അസുഖം എത്ര സമയം എടുത്തു പൂർണ്ണമായി മാറാൻ? ഏകദേശം 9-10 മാസത്തോളം. അതായത് 2022 ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് 2022 സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ക്ലോസ് ചെയ്തു. മൊത്തം സർജറി ചെയ്ത് നീക്കം 5 റേഡിയേഷനും 9 കീമോയും അതേപോലെ 2 ഓപ്പറേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാത്റൂം നമ്മുടെ പുറത്ത് വെച്ചതിന് ശേഷം അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇതിനെ ഞാൻ പറയാനുള്ള ഇതിപ്പോൾ ഞാൻ എല്ലാവരോടും പറയാനുള്ള കാരണം, പലരും പൈൽസ് ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നൊരു വിഷയമുണ്ട്. എനിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ പൈൽസ് ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. ഈ അസുഖത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പലതും കുറെ സ്റ്റേജ് അങ്ങ് 1, 2, 3, 4 സ്റ്റേജ് എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരെ അതൊക്കെ അങ്ങ് എത്തുമ്പോഴാണ് എൻ്റെ ഓൾറെഡി നല്ല പഴക്കമുണ്ട് സാധനത്തിന്. അത് എന്നോട് പറഞ്ഞ ഏറ്റവും ചെറുപ്പത്തിൽ തുടങ്ങിയതായിരിക്കും. ഇത് വലുതായി വരാൻ അത്രയും സമയമെടുത്തു. എന്തോ ഭാഗ്യത്തിന് അത് ചെറിയൊരു ക്യാൻസർ ആയിരുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ഏതൊരു ആൾക്കും നമുക്കിത് ക്യാൻസർ അറിയാൻ വേണ്ടിയിട്ട് പെറ്റ് സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. കാരണം 10-16,000 റുപ്യേൻ്റെ ചിലവുണ്ട് അതിന്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കിതിനെ പറ്റി ധാരണ, ഞാൻ അതിനെപ്പറ്റി പഠിച്ചതും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ ഭാര്യ ഒപ്പം. ഈ അസുഖം വരുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാരണം, അവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഭയങ്കര വിഷയമാണ്. എൻ്റെ പിന്നാലെ കട്ടയ്ക്ക് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. നിർബന്ധമായിട്ട് എനിക്കൊരു ഒപ്പം ഒരാളുണ്ടായതുകൊണ്ടാണ് എനിക്ക് അത്രയും റിക്കവർ ആയത്. കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ അസുഖം? ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞിട്ടാണ്. എനിക്കൊരു മോൻ ഉണ്ടായതിന് ശേഷമാണ്. മൂത്ത കുട്ടി ഉണ്ടായതിന് ശേഷം അന്ന് അതിലൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ മൂത്ത മോനുണ്ടായി. അപ്പോൾ റേഡിയേഷൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ ഡോക്ടർ പറയുകയാണ് നമ്മളോട്, നിങ്ങൾ അടുത്ത കുട്ടി ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടല്ലോ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൽ ശരിക്കും ഞാൻ ഭയങ്കര ഡിപ്രഷനായി. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് കുട്ടികൾ വേണം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഡിപ്രഷൻ. അതിന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ അനാഥാലയങ്ങളിലൊക്കെ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഞാനും വൈഫൊക്കെ നമുക്കൊരു കുട്ടി കൂടി വേണം, അതായത് ഇവനൊരു കളിക്കാനൊരു ആളും കൂടി വേണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് കഴിഞ്ഞ് നമ്മുടെ വയനാട് പ്രളയം അതിലൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിരുന്നു. ഒരു ഉപദ്രവത്തിന് വേണ്ടിയിട്ടല്ലോ കേട്ടോ, നമുക്കൊരു കുട്ടിയുടെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും, നമ്മളെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരു കുട്ടിയെ കൂടി നടക്കും എന്നുള്ള ബേസിലായിരുന്നു. അതിലെന്തോ ഭാഗ്യം എൻ്റെ മൂത്ത മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു അനിയൻ വേണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, ദൈവം കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. എനിക്ക് കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് എനിക്ക് നടക്കില്ല എന്നൊക്കെ കൺഫേമായി. MVR ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വരെ എനിക്ക് രണ്ടാമതൊരു കുട്ടിയെ ഓക്കെ ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി അവർ. പിന്നെ ആ ഒരു ദൈവം തന്നെ അത്രേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു മുഹൂർത്തം തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു അസുഖം വന്നതിൽ ഞാനൊരു സങ്കടപ്പെട്ട ഒരു അവസ്ഥയില്ല. അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഓൾറെഡി നമുക്ക് ഓരോരുത്തരെ സഹായിക്കുന്നതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതേപോലെ അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അല്ല, നമ്മളിപ്പോൾ വഴിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പോസ്റ്റിനോട് ചേർന്ന് ഒരു സൈക്കിള് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ക്യൂആറും വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. എങ്ങനെ അതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഓൾറെഡി ഒരു 10-25 സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഏകദേശം കുറച്ച് സ്ഥലത്ത് ആയിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹത്തിൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന്, വയനാട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് പഴയ സൈക്കിളുകൾ കളക്ട് ചെയ്തതിന് ശേഷം എല്ലാ കുട്ടികൾക്കും സൈക്കിൾ എത്തിക്കുക. അതായത് എല്ലാ റോഡിൽ കൂടിയാണ്. എന്നോട് പലരും ചോദിച്ചു, ഈ ചങ്ങലയ്ക്ക് റോട്ടിലിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ടുപോലെന്ന്. അത് ഞാൻ പറയുന്നത്, ഒരു ചങ്ങലയിൽ ഇട്ട് കഴിഞ്ഞാൽ സൈക്കിള്, അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 4-5 സൈക്കിൾ ഒന്നിച്ച് ചങ്ങലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ ചങ്ങലയുടെ അറ്റത്ത് ഒരു നമ്പർ ലോക്ക് ആയിരിക്കും. ലോക്ക് എന്ന് പറയുന്ന നമ്പർ ലോക്കാണ്. അപ്പോൾ ഈ വിൽക്കുന്ന ആളാരാന്നും വാങ്ങുന്ന ആളാരാന്നും ആർക്കും അറിയില്ല. അതിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും. അതിൽ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വില പറയും. എല്ലാ വണ്ടിയും മാക്സിമം ഒരു 1900 വരെ മാക്സിമം ഒരു സൈക്കിളിൻ്റെ റേറ്റ് വരിക. അതിൽ ഗിയർ സൈക്കിളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കുറച്ച് എമൗണ്ട് കൂടുള്ളൂ.
ബാക്കി ചെറിയ സൈക്കിളുകളൊക്കെ ആണെങ്കിൽ 900 രൂപ, ആ റേഞ്ചൊക്കെയാണ് ഇത് വരിക. പഴയ സൈക്കിൾ എടുത്തത് മോഡിഫൈ നല്ല കണ്ടീഷൻ ആയിരിക്കും. പുതിയ സൈക്കിൾ അല്ലല്ല, പുതിയ സൈക്കിൾ ഇല്ല, എല്ലാ കുട്ടികളും സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. പക്ഷേ ഈ സൈക്കിളുകൾ ഗ്യാരണ്ടി ആയിരിക്കും. കൊടുക്കുന്ന കുട്ടിക്ക് അത് ഉപയോഗിക്കുന്ന രീതിയിലേ കൊടുക്കുള്ളൂ. അതായത് ഇപ്പോൾ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസം വരെ നമ്മളതിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ നിർബന്ധമായിട്ടും വിളിക്കണം. അത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ആ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊടുത്തു അത് ഒരു വരുമാനം വരിക എന്നുള്ള മാർഗ്ഗം മാത്രമല്ല. അതിൽ നമുക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ അതിൽ കൂടെ ആ കുട്ടിക്ക് അത് ഉപയോഗിക്കണം. ആ വിളിക്കുന്ന കസ്റ്റമർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ കുട്ടിയുടെ വയസ്സ് എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ആ കുട്ടിക്ക് അടുത്ത സൈക്കിൾ കൊടുക്കാം. കാരണം ഒരു കുട്ടിയുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 4-5 സൈക്കിൾ ഉണ്ടായിരിക്കും. ഈ 5 സൈക്കിൾ ഒരു സാധാരണ ഫാമിലി വാങ്ങുകയാണെങ്കിൽ എങ്ങനെയായാലും 20,000-25,000 രൂപ വരും. അത് നമ്മൾ മാക്സിമം ഒരു കുട്ടിയുടെ ജനറേഷൻ മൊത്തം 5,000 രൂപയിൽ കവർ ചെയ്യും. അത് പറയാനുള്ള കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ സൈക്കിളിന്റെ ഉപയോഗം കഴിഞ്ഞു. ഞാൻ കൊടുത്ത സൈക്കിൾ അതേ റീസൈക്കിൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങും, തിരിച്ചു വാങ്ങും. അതെ, അതിനൊരു എമൗണ്ട് കുറച്ച് കൊടുക്കും. അപ്പോൾ അത് അവർക്കും ബെനിഫിറ്റ് ആണ്. അതായത് എല്ലാ മാതാപിതാക്കളും ഇപ്പം എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളും പറയുന്നൊരു കാര്യം ഇതാണ്. കാരണം അവർ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിർബന്ധമായിട്ട് എല്ലാ കുട്ടികൾക്കും സൈക്കിൾ വേണം, വാങ്ങിക്കൊടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ വരരുത്. അതേപോലെ സാമ്പത്തികം ഇല്ലാത്ത വീടാണ് നമുക്ക് ഉറപ്പായാൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കും. നിർബന്ധമായിട്ട് ആ കുട്ടികൾക്ക് ഫ്രീ ആണ്. അതിനി എത്ര കുട്ടികൾ വന്നാലും നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മളെ കയ്യിലുള്ള സൈക്കിളിനനുസരിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നമ്മൾ ഈ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ചില ആളുകൾ അവരെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കും. വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് അവർക്ക് ഇല്ലാന്ന് നോക്കിയാണെങ്കിൽ കൊടുക്കും. അതേപോലെ നമ്മൾ അവരുടെ ഇപ്പോൾ ചില വീടുകളിൽ കുട്ടികൾക്ക് സാമ്പത്തികം ഇപ്പോൾ ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്ക് ഡെയിലി പൈസ അടയ്ക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം 100 രൂപയൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്യാം. അത് ചില വീടുകളിൽ നിന്ന് മൊത്തം ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു 500-600. പക്ഷേ അത് മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അത് കിട്ടിയാൽ തന്നെ നമ്മുടെ ഏകദേശം പൂർണ്ണമായി. ഇത് ഈ സൈക്കിളുകൾ വീടുകളിൽ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന സൈക്കിൾ ഫ്രീ ആയി തരുന്നവരുണ്ടാവും. ഫ്രീ ആയി ചിലവർ തരും. ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് തരും. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ചിലവരത് ആക്രിക്കടയിൽ കൊടുക്കുന്നതിനേക്കാൾ എങ്ങനെയായാലും 10-200 രൂപ നമ്മൾ കൂടുതൽ കൊടുക്കും. എന്തായാലും അവർ കൊടുക്കുന്നത് ആക്രിക്കടയിലായിരിക്കും. അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എമൗണ്ട് കൊടുക്കും. കാരണം അവർക്കും അത് ബെനിഫിറ്റ് ആയിരിക്കണം. നമ്മളിത് നാളെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അത് ഉഷാറായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മൊത്തം കിഷോറിൻ്റെ അടുത്ത് എത്ര സൈക്കിൾ ഉണ്ടാവും? ഏകദേശം ഇപ്പോൾ നമ്മൾ 6 മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട് 6 മാസമായിട്ടുള്ളൂ. നമ്മുടെ സൈക്കിൾ എന്നാണ് നമ്മുടെ പ്ലാനിൻ്റെ പേര്, നമ്മുടെ സൈക്കിൾ. ഈ ഒരു സൈക്കിൾ തുടങ്ങിയിട്ട് 400 സൈക്കിളോളം നമ്മൾ വിറ്റ് കഴിഞ്ഞു. 400, അതായത് അത്രത്തോളം ആളുകൾ ഇതിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള മനസ്സിലായി. ഇതിപ്പോൾ എല്ലാ ടൗൺ ഏരിയകളിലും നമ്മൾ വെക്കില്ല. ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാ റോഡിലും. പിന്നെ നമ്മൾ വെക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുണ്ടായിരിക്കണം. ചൂടുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി കേടുവരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഏരിയ നോക്കിയിട്ടാണ്. പിന്നെ ഈ മദ്രസകൾ അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എല്ലാ സ്ഥലങ്ങളിലേക്കും സൈക്കിൾ എത്തണം, എല്ലാ കുട്ടികൾക്കും സൈക്കിൾ കിട്ടണം എന്നുള്ളത്. ഈ ലോക്ക് ചെയ്ത് വെച്ച സൈക്കിൾ ആരെങ്കിലും കട്ടുകൊണ്ടുപോയ സംഭവം ഇല്ല. അത് കട്ട് കൊണ്ടുപോയത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ അടുത്ത് തന്നെ ബാൾട്ടായിരുന്നു. ഞാനൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്ക് ചെയ്യാതെ വെച്ചു. അതൊരു ടീം എടുത്തു പോയി. പക്ഷേ ഇവർക്കിത് അറിയുന്നില്ല. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ക്യാമറയിൽ കാണും. അതായത് നമ്മൾ അവിടെ ക്യാമറ ഇല്ല, പക്ഷെ അതിൻ്റെ ചുറ്റുവട്ടത്ത് 4-5 വീടുകൾ നമ്മളിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. എല്ലാ ക്യാമറയിലും നമ്മളിത് പെടും. നമ്മൾ അവർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല. കാരണം അത് പോകുന്നത് മിക്കവാറും ഒരു കുട്ടിക്കായിരിക്കും. അത് നമ്മൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. പക്ഷേ കട്ടുകൊണ്ടായാലും കുട്ടിയാണ് അത് ഉപയോഗിക്കുക. എങ്ങനെയായാലും ഒരു കുട്ടീൻ്റെ കയ്യിലേക്ക് അത് എത്തും നിർബന്ധമായിട്ടും. അത്രയുള്ളൂ നമ്മൾ ആവശ്യം. ആ കൊടുക്കുന്ന സൈക്കിൾ ഒരിക്കലും ആക്രിയിലേക്ക് പോവില്ല എന്നൊരു ഉത്തരവാദിത്തം ഉണ്ട്. കാരണം അത്രയ്ക്ക് കണ്ടീഷനായിരിക്കും വണ്ടി. ഈ ഒരു 6 മാസത്തിന്റെ ഇടയിൽ വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തിക നഷ്ടം വരില്ല. ഇത് എങ്ങനെയാലും സാമ്പത്തിക നഷ്ടം വരില്ല. അതെ, ഒരേ ലെവലിൽ പോവും. കാരണം നമുക്ക് ഇതിപ്പോൾ ആക്രിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ആക്രിയിൽ കൊടുത്താലും നമുക്ക് നഷ്ടം. ഇപ്പോൾ പല ആക്രിക്കാരും അങ്ങനെ ഒരു മെച്ചം തരുന്നുണ്ട് കേട്ടോ. കാരണം അവർ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ സാധനം തന്നെ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതേ ഇതിൽ അവർ തിരിച്ചെടുക്കും, നമ്മൾ വാങ്ങിയ റേറ്റിന് തന്നെ. അതേപോലെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയായാലും ഒരു സൈക്കിളിൻ്റെ പാർട്സ് വെച്ചിട്ടല്ല. ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ 4 സൈക്കിളിൻ്റെയൊക്കെ പീസ് വെച്ചിട്ടായിരിക്കും ഒരു സൈക്കിളിന് കയറ്റിയിട്ടുണ്ടാവുക.
പല പല സൈക്കിളിൻ്റെ പെഡല്, സീറ്റ്, എല്ലാ സാധനവും അങ്ങനെ കയറ്റിയിട്ടൊക്കെയാണ് കൊടുക്കുക. അതെ, സാധാരണ ഇപ്പൊ ഇതിനെ അന്വേഷിച്ച് വരുന്നത് ഏത് പ്രായം വരെയുള്ള കുട്ടികളാണ്? 12 വയസ്സ്. ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 3 വയസ്സ് കുട്ടി മുതൽ 35 വയസ്സ് വരെയുള്ളവർ വരെ വരുന്നുണ്ട്. അത് നമ്മുടെ പണ്ടത്തെ സൈക്കിളില്ലേ, വലിയ വണ്ടി, അതുവരെ വാങ്ങാനൊക്കെ ആളുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇതൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാവരും ഒരു ദിവസം മിനിമം ഒരു 30-40 എൻക്വയറി ഉണ്ടായിരിക്കും നിർബന്ധമായിട്ടും. അത് നമ്മളെ വൈഫൊക്കെയാണ് അറ്റൻഡ് ചെയ്യുക, കോൾ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. കസ്റ്റമർ ഇനിയിപ്പോൾ നമ്മളോട് വില നല്ലോണം പേശുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ശരിക്കും പറയാൻ പാടില്ല, കാരണം എനിക്കത് നഷ്ടമാണ്. കസ്റ്റമർ എത്ര വില പേശുന്നോ അവരുടെ ആ ഒരു ക്യാരക്ടർ അനുസരിച്ച്. ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ എന്നോട് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ, പൈസ ഇല്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് അവരെ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അവർ പറ്റിക്കുകയാണോ, അവരുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഏകദേശം. ഈ വില എത്ര കുറച്ചിട്ടും അത് ബാർഗെയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പറയണത് അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വലിയ എന്തോ നേട്ടമാണെന്നുള്ള ഉദ്ദേശമാണ്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാൻ കാരണം, ചിലപ്പോൾ രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെ നമ്മൾ സൈക്കിള് ഞാനും വൈഫും കൂടി നമ്മുടെ കാറിലിട്ടാണ് കൊണ്ടുപോകുക സൈക്കിള് ഡെലിവറി കൊടുക്കാൻ. ഡെലിവറി കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടികളുടെ മുഖം നമ്മൾ അവിടെ പക്ക നല്ല ക്ലിയറിൽ കാണും. അതായത് അതിനു വേണ്ടി കാത്തു ഉറക്കൊഴിച്ചിരിക്കുന്ന കുട്ടികള്, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര കിട്ടുമ്പോ ആ കുട്ടീന്റെ മുഖത്തുണ്ടാകുന്ന ഒരു രക്ഷയില്ല. അത് നമ്മൾ ഭയങ്കര അതെ അതെ അതെ. ഇതിനെ വിമർശിക്കുന്നവരുണ്ടോ? പല ആളുകളും എന്നോട് ആദ്യമൊക്കെ ചോദിച്ചിരുന്നു, എടാ നിനക്ക് പോലീസിലല്ലേ ജോലി, അപ്പൊ നീ അത്യാവശ്യം ശമ്പളം, നീ എന്തിനാ ഈ വേണ്ടാത്ത സംഭവം? എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയൊക്കെ എന്നോട് ആദ്യം, കാരണം ആദ്യം നമ്മൾ 2-3 സൈക്കിൾ വെച്ചിട്ടാണ്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ പഴയതടയിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവര് എന്നോട് അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ പഴയതും കൊണ്ട് നടക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് മോനൊരു പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുത്തൂടെ എന്ന് ചോദിച്ചു. മോനൊരു പുതിയ, കാരണം ഓൾറെഡി ഞാൻ 3 സൈക്കിളോളം മോന് പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പഴയ ഒരു സൈക്കിൾ മേക്കപ്പ് ചെയ്തെടുത്തപ്പോൾ ഭയങ്കര ഇതാണ്. ആൾക്കാണെങ്കിൽ ഗിയർ സൈക്കിൾ വേണം. പക്ഷെ അത് ഞാനത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ചായി. 1-2 ആൾക്കാർ എൻക്വയറി ചെയ്തു. അപ്പോൾ നമുക്കിത് മനസ്സിലായി ആളുകൾക്ക് ഇത് ആവശ്യമാണെന്നുള്ള കാര്യം. ഒരുപാട് പേര് ഇതിനെ ആദ്യത്തെ വിമർശനങ്ങളൊക്കെ കണ്ട് മറന്നു. അത്രേ ഉള്ളൂ. ഈ ചങ്ങലയുടെ കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഇത് ലോക്ക് പ്രശ്നമല്ലേ, ഇത് പോവില്ലേ. അങ്ങനെ ഒരു തോന്നൽ എനിക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഈ ലെവലിലേക്ക് എത്താൻ കഴിയില്ല. ഇപ്പൊ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 300 സൈക്കിളിന്റെ മേലെ ഉണ്ടായിരിക്കും. ഓൺ റോഡിൽ ഏകദേശം ഒരു 150ഓളം സൈക്കിള് ഓൺ റോഡിലുണ്ട്. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ എണ്ണം. സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റാഫ് ഉണ്ട്. അവര് മേക്കപ്പ്. അത് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അതിലൊരു സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്ന എൻ്റെ ചെക്കേട്ടൻ എന്ന് പറയും, ചെക്കേട്ടൻ എന്ന ആളെ പേര്. അപ്പോൾ പേരല്ല, ചെക്കൻ എന്ന് വിളിച്ച് ചെക്കേട്ടൻ എന്നായതാണ്. അപ്പോൾ അവരിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ സൈക്കിൾ നന്നാക്കാൻ. അതേപോലെ എല്ലാ സൈക്കിൾ കടകളിലും നമ്മൾ സാധനം കൊടുക്കും. കാരണം ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് മേക്കപ്പ് ചെയ്ത് തീരില്ല. അപ്പോൾ എല്ലാ കടകളിലും നമ്മുടെ എടുത്തു കൊണ്ടുവരുന്ന റൂട്ടിൽ എല്ലാ സൈക്കിൾ കടയിലും നമ്മളിത് കൊടുക്കും നന്നാക്കാൻ. അപ്പോൾ അവർക്കും ഇതൊരു ബെനിഫിറ്റാണ്. കാരണം വർക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സൈക്കിൾ കടയിലും മേക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ സൈക്കിള്. അതൊരു വലിയ. കോഴിക്കോട് നമ്മുടെ മലബാർ ഹോസ്പിറ്റലിലെ ഒരു ഓണർ ഉണ്ടായിരുന്നു, ലളിത മാഡം. അവർ മരിച്ചുപോയി, ക്യാൻസർ തന്നെ ആയിരുന്നു അവർക്കും. അവർ ഈ അസുഖം വന്നതിന് ശേഷം മേക്ക് എ വിഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അതായത് ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് അവരുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. മേക്ക് എ വിഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കാണുമ്പോൾ അല്ലെങ്കിൽ കുറിച്ച് കേൾക്കുമ്പോൾ അതാണ് വാസ്തവത്തിൽ ഓർമ്മ വരുന്നത്. ഈ വീട് ഇപ്പോൾ കൈലാസം നിങ്ങളുടെ ഒരു സ്വന്തം നിർമ്മിതിയാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള വീടാണെന്നും അറിയാം. അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഇത് എത്ര നാളായി ഉണ്ടാക്കിയിട്ട്? ഇതിപ്പോ ഏകദേശം 2024 ഫെബ്രുവരിയിലായിരുന്നു ഇതിന്റെ ഹൗസ് വാമിങ്. അതായത് നമ്മൾ ഏകദേശം ഒരു 2-2.5 വർഷത്തോളം പണിയെടുത്തിട്ടാണ് ഈ വീട് എടുത്തിട്ടുള്ളത്. ഇതിൽ ഡിസൈനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, ഞാനും എൻ്റെ വൈഫും കൂടി ആയിരുന്നു ഇതിന്റെ ഫുൾ ഡിസൈനിങ്. കാരണം
എനിക്ക് നിർബന്ധമായിട്ടും പഴമ വേണം. എനിക്കും അല്ല വൈഫിനും അങ്ങനെ താല്പര്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കോൺക്രീറ്റ് കെട്ടിടം വേണ്ടാന്ന് തീരുമാനിച്ചു. കോൺക്രീറ്റ് കെട്ടിടം എന്തായാലും വേണ്ട, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവരുത് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തൊരു സ്ഥലം കിട്ടണം, അതായത് റോഡിൻ്റെ അടുത്താവാൻ പാടില്ല, മെയിൻ റോഡ് തൊട്ടടുത്ത് ഉണ്ടാവാൻ പാടില്ല, നമ്മളെ വീട്ടിലേക്ക് അയക്കണം അവസാനം റോഡ് എത്തേണ്ടത്, അങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ചൂട് കുറവാണ്. അതെ അതെ അതെ. അത് നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഓടിട്ട വീടുണ്ടാക്കിയാൽ അതിൽ ഭയങ്കര വിഷയങ്ങൾ വരും, എലി ശല്യം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പഴയ മച്ച്, പഴയ മരങ്ങൾ. അപ്പൊ ഈ വീട് അങ്ങനെ കംപ്ലീറ്റ് നിങ്ങളുടെ ആശയങ്ങൾക്കും രണ്ടുപേരുടെയും ആ മനസ്സിനിണങ്ങിയ രീതിയിലാണ്. വീട് പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു അപ്സ്റ്റെയർ വീടാണ് കാണുന്നത്. പക്ഷേ താഴെയാണ് എല്ലാ സൗകര്യങ്ങളും. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് താഴത്ത് സൗകര്യങ്ങൾ കൊടുക്കാൻ കാരണം ഞങ്ങള് എൻ്റെ ചെറുപ്പകാലത്തല്ല, ഞാൻ ഈ വീട്ടിലേക്ക് മാറുന്നത് വരെ ഞങ്ങൾ 2 നിലയുള്ള വീടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ മേലത്തെ റൂമിലായിരുന്നു താമസം, അച്ഛനും അമ്മയും താഴത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരായിട്ടുള്ള കോണ്ടാക്റ്റ് കുറവാണ്. 2 നില ഉണ്ടാക്കുന്ന ആളുകളെ ആരുണ്ടെങ്കിലും, ഇതൊരു നെഗറ്റീവായിട്ട് പറയല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. നമുക്ക് ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലെ, അതായത് അച്ഛനും അമ്മയായിട്ട് കോണ്ടാക്റ്റ് കുറവുള്ള ഒരു ഫീൽ നല്ലോണം ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ കയറിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നടന്നു പോകുമ്പോൾ ഫുൾ ഓപ്പൺ ആയിരിക്കും, അടുക്കള അടക്കം മൊത്തം ഓപ്പൺ ആണ്. അല്ല, ആൾറെഡി താഴെ തന്നെ 3 ബെഡ്റൂം ഉണ്ട്, അടുക്കളയും ഫുൾ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഹാളിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ റൂമിൽ കുറച്ച് സമയങ്ങളെ ചിലവഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛനും അമ്മയായിട്ട് ദേഹത്തും തട്ടും. അപ്പോൾ നമുക്കൊരു കോണ്ടാക്റ്റ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്കൊരു ഇമ്പം ഉണ്ടായിരിക്കും എപ്പോഴും. ആ ഒരു താല്പര്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, അതായത് ഫാമിലിയായിട്ട് എപ്പോഴും അറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളെ കുട്ടികൾക്കും അച്ഛൻ അങ്ങനെ ആ ഒരു ബേസ് എപ്പോഴും ഉണ്ടായിരിക്കും, എപ്പോഴും എല്ലാവരും ഒന്നിച്ചായിരിക്കും. ആ ഒരു കൺസെപ്റ്റിനാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതൊരു നല്ല ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ അപ്സ്റ്റെയറിലേക്ക് പോയി കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങി വരുന്നവര് there is no contact. ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴേന്ന് മുകളിലേക്ക് വെല്ലും, മുകളിൽ നിന്ന് താഴേക്ക് വെല്ലൊക്കെയാണ്. അതെ അതെ അതെ. അത് അച്ഛനും അമ്മയും എൻ്റെ പുതിയ തറവാട്ടില് 2 നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 or 6 വട്ടം മാക്സിമം കയറി ഉണ്ടാവുള്ളൂ. അവർക്ക് കയറാൻ വഴിയാ, കാലിന് മുട്ടുവേദന അത് ഇതൊക്കെ. അത് സാധാരണ നമുക്ക് തന്നെ പറ്റില്ല. ഞങ്ങളെ പ്രായത്തിൽ തന്നെ ഞാനൊരു ചാവിയൊക്കെ മുകളിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പിന്നെ പോവില്ല, താഴത്തുനിന്ന് സ്പെയർ എടുത്ത് പോകും. കാരണം ആ ഒരു മടി എന്തായാലും ഉണ്ടാവും. ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, ഫുൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഒരു പുതിയ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയതിൽ തൃപ്തനാണ് അല്ലേ? ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് വീട് കാണാൻ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നിലമ്പൂര് വരുന്നവർക്ക് നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഈ വീടും മൊത്തത്തിൽ അവർക്ക് കൊടുക്കും, അതായത് മൊത്തം കൊടുക്കും. ഒരു റൂം AC ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ടായിരിക്കും, ഹാള്, അടുക്കള എല്ലാം. അതായത് വീട് റെന്റ് ഔട്ട് ചെയ്യും, മൊത്തം അവർക്ക് കൊടുക്കും. അതായത് അത് മെയിൻ കാരണം ഞങ്ങൾ കുറേ ട്രിപ്പ് പോയ സമയത്ത് നമുക്കൊരു വീട് ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടില്ല. ഒറ്റയ്ക്ക് വലിയ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഭാഗത്ത് കല്യാണങ്ങൾക്ക് വരുന്നത്, അതേപോലെ നിലമ്പൂർ ടൂറിസം അതിന് വരുന്ന ആളുകളാണ് കൂടുതലും വരുന്നത്. അത് ഫാമിലിക്ക് മാത്രമേ നമ്മളിവിടെ അലൗഡ് ഉള്ളൂ, കാരണം ഇതൊരു സാധാരണ ഒരു ഏരിയ ആയതുകൊണ്ട് ഫാമിലി മാത്രമേ അലൗഡ് ഉള്ളൂ. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ സ്വസ്ഥമായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കണം. അതുപോലെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച് വരുന്നവരോടൊക്കെ പറയുന്നത് ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ വീടുണ്ടാക്കാന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾ മൊത്തത്തിൽ ഏകദേശം 20 ലക്ഷത്തിന്റെ അടുത്ത മൊത്തത്തിൽ ആകെ എല്ലാം കേട്ടോ, മതില്, കിണറ് എല്ലാം കൂടിയാണ് മൊത്തത്തിലുള്ള കോസ്റ്റാ പറഞ്ഞത്. അത്രേ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. ഒരു സന്തത സഹചാരിയായ ഒരു പെറ്റുണ്ടല്ലോ ഇവിടെ, ഒരു ഭയങ്കര കമ്പനി ആയിട്ട് ഒരാളുണ്ട് ഇവിടെ. ഞാൻ കണ്ടായിരുന്നു. എത്ര നാളായി അവളിപ്പോ ഏകദേശം 2 വർഷത്തോളായി. അതായത് ഒരു 3-ാമത്തെ മാസം മുതൽ നമ്മളെ കയ്യിലുണ്ട് അവള്. ഭയങ്കര കമ്പനിയാ. എങ്ങോട്ട് ലോങ് ട്രിപ്പ് ഒക്കെ ഞങ്ങള് അടിക്കാറുണ്ട്. ആൺകുട്ടികളായതുകൊണ്ട് മോളേന്ന് വിളിക്കാം. അതെ മോളേന്ന് വിളിക്കാം. ലിയോ എന്ന പേര്, ലിയോ. എവിടുന്ന് വാങ്ങിച്ചതാണ്? അവൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന്. അതൊരു അവിചാരിതമായിട്ട് വന്ന് കയറിയതാണ് അവള്. കിഷോറിന് വലിയ ഇഷ്ടമാണ് തോന്നുന്നു, കാരണം ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നിട്ട് കിഷോറിനെ കെട്ടിപ്പിടിച്ച് വീഡിയോസ് ഒക്കെ കാണും. അതെ. അവള് എപ്പോഴും ഉണ്ടാവും, അച്ഛനോടും എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിളാ. നമ്മള് എന്ത് പറഞ്ഞാലും ഇപ്പൊ ആ കൂട് തുറന്നാലും ഇറങ്ങി പോരില്ല, പറഞ്ഞാൽ മാത്രമേ പോരുള്ളൂ. എല്ലാം നമ്മൾ പറയുന്ന പോലെ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ആളുകളുടെ അടുത്തേക്ക് അങ്ങനെ പോവില്ല. ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടും, എന്ത് പറഞ്ഞാലും ചെയ്യും. ഇനിയിപ്പോൾ നമ്മളെ ബൈക്കിൽ അവൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങുന്നില്ല. ആരെങ്കിലും വന്ന് ഇറക്കിയാലും ഇറങ്ങില്ല. അവരവിടുന്ന് ഇറക്കുന്ന, അതായത് നമ്മൾ ചെറിയൊരു ഇതൊക്കെ ചെയ്യാറുണ്ട്. അതായത് അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ഒരു 500 രൂപ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങില്ല. അവൾ എന്ത് പറഞ്ഞാലും ഇറങ്ങില്ല.
നിങ്ങൾ ഇറങ്ങണം ആദ്യം, നമ്മൾ പറയണം. എന്നിട്ട് ഇറങ്ങും. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഇരുത്ത് അവിടെ ഇരിക്കും, എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ നൂതനമായ ചില ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് കിഷോറിനുള്ളത്. അതെ അതെ. അപ്പോൾ ഈ നല്ല മനസ്സുള്ള നല്ല പോലീസുകാരന് ദീർഘായുസോടു കൂടി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഫോക്കസിന്റെ ഈ എപ്പിസോഡിൽ ഒരു അതിഥിയായി എത്തിയതിൽ വളരെ സന്തോഷം. നമസ്കാരം.